സിജോ വന്നതിന് ശേഷം ജാസ്മിനും അബിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയുടെ തിരിച്ചുവരവ് ആർക്കിട്ടുള്ള പണിയാണ് എന്നുള്ളതാണ്. ആരായിരിക്കും ഇവിടെ പെട്ടുപോവുക എന്നാണ് അബിയുടെ അടുത്ത് ചോദിച്ചത്. അബിക്ക് മനസ്സിലായില്ല. അബി ചോദിക്കുന്നുണ്ട് ആരായിരിക്കും, എന്താണ് സംഭവം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ജാസ്മിൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ കോംബോകളൊക്കെ വർക്കൗട്ട് ആയിട്ട് ഇരിക്കുന്നില്ലേ, ആ കോംബോകൾക്കാണ് വലിയൊരു പണി കിട്ടാൻ പോകുന്നത്. മുമ്പ് ഈ സിജോ ഇവിടെ ഉള്ള സമയത്ത് വേറൊരു കോംബോ കൂടി ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ സിജോ പോയതിനു ശേഷം മറ്റൊരു കോംബോ. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അബി പറയുന്നുണ്ട് അയ്യോ എനിക്ക് വേറെ കോംബോയൊന്നും അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അവിടെ അർജുൻ ശ്രീതു കോംബോയെ കുറിച്ച് മാത്രമേ അബിക്ക് അറിയുള്ളൂ. അവിടെ സിജോ ശ്രീതു കോംബോയെ കുറിച്ച് അബിക്ക് അത്ര പിടുത്തമില്ല. അപ്പൊ അബി പറയുന്നത് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോ ഇവിടെ ജാസ്മിൻ പറയുന്നുണ്ട്, സൂചിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അബി പറയുന്നുണ്ട് ഓ അങ്ങനെ ഒരു കോംബോ ഉണ്ടായിരുന്നോ, ഓ അതെനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് സംശയം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ജാസ്മിന് ഇത് എങ്ങനെ അറിയാം എന്നുള്ളതാണ് എന്റെ മനസ്സിലൂടെ പോയ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ സിജോയ്ക്കും ശ്രീധുവിനും ഒരു കോംബോ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്ന് വെച്ചാൽ വളരെ കുറച്ച് ദിവസങ്ങൾ, വെറും 16 ദിവസം മാത്രമാണ് സിജോ അവിടെ നിന്നത് എന്ന് പറയുന്നുണ്ട്. ഈ 16 ദിവസത്തിൽ, തുടക്കത്തിലുണ്ടായ 16 ദിവസത്തിലുണ്ടായ ആ കോംബോയെ കുറിച്ച് എങ്ങനെ ജാസ്മിൻ അറിഞ്ഞു? ഒന്നാമത്തെ ചോദ്യം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ശ്രീധു അർജുൻ കോംബോ പുറത്ത് ഭയങ്കര ഹിറ്റാണ് എന്നുള്ളത് അത് വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശൊക്കെ അറിയാം എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ശ്രീധു എന്നുള്ളത് ഒരു ട്രയാങ്കിൾ ആകും എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അർജുൻ ശ്രീധു കോംബോയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് സിജോയുടെ വരവ് എന്നാണ് ജാസ്മിൻ അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ജിൻഡോ ചേട്ടന്റെ കാര്യം കട്ടപ്പുക. ജിൻഡോ ചേട്ടൻ ആകെ ഷോക്കായിട്ടാണ് ഇരിക്കുന്നത്. ജിൻഡോ ചേട്ടൻ വിചാരിച്ചത് കപ്പ് എനിക്ക് തന്നെ എന്നാണ്. അതെല്ലാം തകർന്ന് തരിപ്പണമായിട്ടാണ് ജിൻഡോ ചേട്ടൻ അവിടെ ഇരിക്കുന്നതെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അവിടെ കപ്പ് എനിക്ക് തന്നെയെന്ന് ജിൻഡോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് നേടാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. സിജോയുടെ അടുത്ത് മത്സരിച്ച് നേടട്ടെ, അതല്ല എന്റെ ഗെയിം എന്ന് പറയുന്നത്. രണ്ടുപേരും തമ്മിൽ മത്സരിക്കട്ടെ, ആർക്ക് കിട്ടുന്നു എന്ന് നോക്കാം. എന്തായാലും ഈ കോംബോയുടെ കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ജാസ്മിൻ ഇത് കൃത്യമായി പറഞ്ഞത് എങ്ങനെ എന്നുള്ള കാര്യം. സത്യത്തിൽ ഈ ഒരു കാര്യം എന്റെ മനസ്സിലും ഓടിയൊരു കാര്യമാണ്. സിജോയുടെ തിരിച്ചുവരവ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കോംബോ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത്. അർജുനും ശ്രീധുവും തമ്മിൽ വളരെയധികം കമ്പനിയാണ്, അവർ തമ്മിൽ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ അർജുൻ ഭയങ്കര പൊസസീവ് ആണ് ശ്രീധുവിന്റെ കാര്യത്തിൽ. ശ്രീധു ആണെന്നുണ്ടെങ്കിൽ വളരെ കമ്പനിയാണ് സിജോയുടെ അടുത്ത്. അപ്പോൾ സിജോയും ശ്രീധുവും ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് അർജുനെ ഒരുപാട് ഹേർട്ട് ചെയ്യും. അപ്പോൾ ഇതുമൂലം ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നുള്ളതൊക്കെ എന്റെ മനസ്സിലൂടെ ഓടിയൊരു കാര്യമാണ്. പക്ഷെ അത് വളരെ കൃത്യമായി എങ്ങനെ ജാസ്മിൻ അറിഞ്ഞു, ചോദിച്ചു, എങ്ങനെ ഈ കോംബോകളെ കുറിച്ച് കൃത്യമായിട്ട് ചോദിച്ചു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എങ്ങനെയാ കൃത്യമായി പുറത്തുള്ള കാര്യങ്ങൾ, ആദ്യം തുടക്കം ഉണ്ടായിരുന്ന 16 ദിവസത്തെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ജാസ്മിൻ അറിഞ്ഞു?